ഒരു നാട്ടിൽ ഒരു ബാങ്ക് മാത്രമാണുള്ളത്. ഈ ബാങ്കിൽ 4 തരം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുണ്ട്. 4 എണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ മോശമല്ലാത്ത റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബാങ്ക് അനൗൺസ് ചെയ്യുന്നത് എന്ത്? പ്ലാൻ എയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 4% അധികം റിട്ടേൺ കിട്ടും. ഇങ്ങനെ അനൗൺസ് ചെയ്തപ്പം ആളുകളെല്ലാം കൂടുതലും പ്ലാൻ എയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇടാൻ തുടങ്ങി. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് പുതിയ മണിയല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. പ്ലാൻ എയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പം മറ്റ് 3 പ്ലാനിലും ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ക്യാഷാണ് ഔട്ട്ഫ്ലോ വന്നിട്ട് പ്ലാൻ എയിലോട്ട് വരുന്നത്. ഈ സെയിം സിനാരിയോ ആണ് നമ്മുടെ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. 4 തരം മാർക്കറ്റ്: സ്റ്റോക്സ്, ബോണ്ട്സ്, കമ്മോഡിറ്റീസ് ആൻഡ് കറൻസീസ്. ഈ 4 അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് മോശമില്ലാത്ത റിട്ടേൺ കിട്ടും. പക്ഷേ ഇക്കണോമിക്കൽ ആൻഡ് ഗ്ലോബൽ കണ്ടീഷൻ അനുസരിച്ച് ഈ 4ലേക്കുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോയിലാണ് മാറ്റം വരുന്നത്. അപ്പം ഈച്ച് ടൈം ഏതെങ്കിലും ഒരു അസറ്റ് വല്ലാതെ റിട്ടേൺ കൂടുതൽ കിട്ടുമ്പോൾ അതിലേക്ക് പുതിയ മണിയല്ല വരുന്നത്, മറ്റ് 3 അസറ്റുകളിൽ നിന്നും ഫണ്ട് ഇതിലോട്ട് ഫ്ലോ ചെയ്യാണ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ടാണ് ഇൻ്റർ മാർക്കറ്റ് അനാലിസിസ് വളരെ നിർബന്ധമാണെന്ന് പറയുന്നത്. ബോണ്ട് ഈൽഡ് മുകളിലോട്ട് പോകുമ്പം കമ്മോഡിറ്റീസ് താഴോട്ട് പോകുന്നത് ഇതുകൊണ്ടാണ്. അതായത് സെയിം മണിയാണ് ഈ 4 മാർക്കറ്റിലേക്കും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനാരിയോ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർ മാർക്കറ്റ് അനാലിസിസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും.